എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ്. വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും ചേർത്തിട്ട് ഒരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കറിയാണ്. ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടമാകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങ കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അതിനൊരു കറയുണ്ട്, അപ്പോൾ അത് പോകാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകി വാരി എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറെ പാൻ വയ്ക്കുക, അല്ലെങ്കിൽ ആ പാനിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഇത് ഞാൻ കടുകെണ്ണയാണ് എടുത്തിരിക്കുന്നത്. റൊട്ടിക്ക് വേണ്ടിയുള്ള കറിയായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. ജീരകം, കടുകിട്ടാലും മതി. അതിനുശേഷം സവാള, വെളുത്തുള്ളി, പച്ചമുളക് അതിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ഇടുന്നില്ല. അത് നമ്മൾ വഴുതനങ്ങയിൽ ഇട്ട് ഫ്രൈ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല, പിന്നെ അല്പം മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ മാങ്ങ പൊടിച്ചത്, അത് ഉണങ്ങിയ മാങ്ങ പൊടിയാണത്, അല്പം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർത്ത്, ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണ്. വേവിച്ച് അത് നുറുക്കി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും വഴുതനങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കറി. ഉരുളൻകിഴങ്ങ് ചേർക്കണമെന്നില്ല, വഴുതനങ്ങ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. പിന്നെ വഴുതനങ്ങ അത്ര ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് കൂടി ചേരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം, വഴുതനങ്ങ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും എല്ലാം കഴിക്കാം. മല്ലിയില, കറിവേപ്പിലയൊക്കെ ചേർക്കാം. അപ്പോൾ ഇവിടെ ഇത് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കറിയിലിടാത്തത്. റൊട്ടിക്കാണെങ്കിൽ മല്ലിയില ആയിരിക്കും നല്ലത്. നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കറിവേപ്പില ഇട്ട് ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.